ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് യേശുവേ ആമേൻ. നിന്റെ ആമേൻ. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ ശോധനയിൽ ചൂടയതിൽ പൊന്നു പോലെ യേശുവേ ഉയർച്ചയിലും താഴ്ചയിലും താഴ്ചയിലും ആമേൻ മരണത്തിലും ജീവനിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. ഓ കർത്താവേ നിന്റെ സാന്നിധ്യം മതി. നാഥാവിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. നാഥാവിൻ സാന്നിധ്യം മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ എല്ലാ അനുഭവങ്ങളിലും ദൈവം, അതിശക്തനായ ദൈവം നിന്റെ ജീവിതത്തെ വഴി നടത്തും. വിശ്വസിച്ചേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇത്രമേൽ ദൈവകാര്യങ്ങളിൽ വിശ്വസ്തതയൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഞെരുക്കങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ ഞെരുക്കം എന്തിനാണെന്നറിയാവോ? നമ്മൾ സഹിക്കുന്നത് അനേക തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ ഈ കരച്ചിലിന് ഒരർത്ഥം ഉണ്ടെന്ന്. അത് വെറുതെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കാനല്ല. ഈ കരച്ചിലുണ്ടല്ലോ, അനേക തലമുറകൾ നിങ്ങൾ അങ്ങനെ മനസ്സിൽ കാണണം. അടുത്ത അനേക തലമുറകൾക്ക് അവരുടെ ശിരസിൽ അനുഗ്രഹത്തിന്റെ ഒരു കണ്ണുനീരായിട്ട് അവിടെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായൊരു വ്യക്തിയെ നമുക്ക് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അവസാന അധ്യായമാണ് 50-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം. 50-ാം അധ്യായം 20-ാം തിരുവചനം പഴയ നിയമത്തിലെ ജോസഫ് പറയുവാണ്. ജോസഫ് എന്താ പറഞ്ഞെന്നറിയോ? വായിച്ചേ. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണത്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കണ്ണടച്ചേ. ഈ സമയം മനസ്സിലൂടെ കടന്നു പോകണം ഒരു ചിത്രം. പഴയ നിയമത്തിലെ ജോസഫ്, പൊട്ടക്കുഴിയിൽ കൊണ്ടയിട്ടവൻ, ചതിക്കപ്പെട്ടവൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തപ്പെട്ടവൻ, ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെട്ടവൻ, കുടുംബത്തിൽ സഹോദരങ്ങളാണ് ഒറ്റപ്പെടുത്തിയത്, അവസാനം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ചതിയിലൂടെ. ഒരുപക്ഷെ നീ ചിന്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലും സമാനമായ ചില അനുഭവങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ദേ പ്രാർത്ഥിക്കുന്ന ചിലർക്കൊക്കെ അത് തെളിഞ്ഞു വരും. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയുമൊക്കെ പണിതുയർത്തിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ കണ്ണുനീരോടെ ജോലി ചെയ്ത് പ്രവർത്തിച്ചത്, എന്നിട്ടും ഇപ്പോൾ എന്നെ അവർ പുറത്താക്കിയല്ലോ, എന്നെ സങ്കടപ്പെടുത്തിയല്ലോ. വിഷമിക്കണ്ട. ഇതാ നിന്നെ കൃത്യമായിട്ട് ജോസഫ് പഠിപ്പിക്കുകയാണ്. വലതുകര ഉയർത്തി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാനാണത്. ഹല്ലേലൂയ. 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 അത് വിശ്വസിച്ചോണം കേട്ടല്ലോ.
ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ. എന്നെ ഈ വചനഭാഗം പഠിപ്പിച്ചത് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബനാഥൻ, വിദേശത്ത് വർഷങ്ങളോളം ജോലി ചെയ്ത ഒരു മനുഷ്യൻ, ഇപ്പോൾ ഇച്ചിരി പരിങ്ങലിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം ഇരുന്നുകൊണ്ട് തൻ്റെ ജീവിതാനുഭവം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ എനിക്ക് കാര്യം ശരിയാ, എനിക്ക് ഭാര്യയും പിള്ളേരും ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ മുഴുവൻ എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. എൻ്റെ വീട് അത്രയും കഷ്ടപ്പാടിലായിരുന്നു അച്ഛാ. ഞാനാരും മൂത്തയാൾ. എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് അത്രമേൽ എനിക്ക് ശ്രദ്ധ. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് കൈപിടിച്ച് കയറ്റണം അച്ഛാ. ഞാൻ വിദേശത്ത് പോയതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം, ഞങ്ങൾക്കൊരു നല്ല വീട് പണിതു അച്ഛാ. ഞങ്ങളുടെ നല്ല വീട് അത് ഞാനാ പണിത് അച്ഛാ. നല്ല ഒന്നാന്തരം വീട്. എൻ്റെ സ്വപ്നമാണ് എൻ്റെ സഹോദരങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയണം. ആ കാലഘട്ടത്തിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. എൻ്റെ ഭാര്യ ഒത്തിരിയേറെ ആ വീട്ടിൽ നിന്ന് സഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ സഹോദരങ്ങളെയായിരുന്നു വലിയ കാര്യം. പിന്നീടാണ് വീതമപ്പൊക്കെ നടന്നത് അച്ഛാ. ഇപ്പം ഞാൻ സത്യം പറയട്ടെ, എൻ്റെ ജോലിയൊക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലൊക്കെ തിരിച്ചെത്തി. ഇപ്പം ഞാനൊരു വാടക വീട്ടിലാണ് കഴിയുന്നത്. കാരണം വീതമപ്പിൻ്റെ സമയത്ത് ഇളയവൻ പറഞ്ഞു, ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ മണ്ണാണ്, ഇതാര് വീട് പണിതെന്നൊന്നും വിഷയമല്ല, കാര്യമല്ല, ഇതെൻ്റെയാണ് അച്ഛാ. ആദ്യം ഇച്ചിരി കശപിശയൊക്കെ വന്നു. പക്ഷെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒന്നും സാരമാക്കണ്ട, അതങ്ങോട്ട് കൊടുത്തേക്ക് അച്ഛാ. ഞാൻ ചോര നീരാക്കിയിട്ട് പണിത എൻ്റെ വീട്, എൻ്റെ സഹോദരങ്ങളെ എല്ലാവർക്കും ജോലി മേടിച്ചു കൊടുത്ത് ഞാൻ, പലർക്കും വിദേശ രാജ്യങ്ങളിൽ എത്തിച്ച ഞാൻ. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നല്ല പരിങ്ങല്ല. പക്ഷെ അച്ഛാ സമാധാനമുണ്ട്. എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയും, ഇങ്ങേർക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഇയാളുടെ സഹോദരങ്ങളെയാണ്. പക്ഷേ സാരയില്ല, അത് ചേട്ടൻ്റെ ഒരു നന്മയുള്ള മനസ്സാണ്. ചേട്ടൻ അങ്ങനെ തന്നെ ചെയ്തോ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഒരു ശ്രദ്ധ വേണം. ഭാര്യയും മക്കളും ഞെരുക്കത്തിലാണ്. പക്ഷെ ഇദ്ദേഹം പറയും, അച്ഛാ ഞാൻ ഇത്രയൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടും എന്നെ ഒരു കറിവേപ്പില പോലെ പുറത്തോട്ടിട്ട് കളഞ്ഞല്ലോ, ഭയങ്കര സങ്കടം അച്ഛാ. അവർക്കൊക്കെ ഇപ്പം നല്ല ജോലിയായി നിലകളായി അവരുടെയൊക്കെ മക്കളൊക്കെ വളർന്നു. എനിക്ക് ദൈവത്തിൽ ആശ്രയമുണ്ട്. ഞാനിത് പറയുമ്പോൾ സമാനമായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇവിടെ ഇരിപ്പുണ്ടാവും. നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരിയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയായില്ലല്ലോ, വിഷമിക്കേണ്ടെന്ന്. പഴയ നിയമത്തിൽ ജോസഫിനെ മനസ്സിൽ ഓർത്തോണം. ജോസഫ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് വായിക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ സങ്കീർത്തകനായ ദാവീദിനെ മുമ്പിലോട്ട് വെച്ച് തരുവാണ്. സങ്കീർത്തനം 23-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം കാണാതെ അറിയാവുന്നൊരു വചനമാണ്. ജീവിതത്തിൽ ഈ മനുഷ്യൻ കടന്നുപോയ ഞെരുക്കങ്ങൾ അത്രമേൽ വലിയ ഞെരുക്കം. പക്ഷേ സങ്കീർത്തകനായ ദാവീദ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്ന് വായിച്ചേ, ഒരു കുഞ്ഞു വചനമാണ്, പക്ഷെ നമുക്ക് വളരെ ശക്തമായ കൃപ നൽകുന്ന വചനമാണ്. ഒന്ന് വായിച്ചേ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് പറയുന്നത് ആരാ? ദാവീദ് പറയുക. ഇത് പറയുന്ന അവസരത്തിൽ ഇയാളിങ്ങനെ മെത്തയിൽ ഇങ്ങനെ കടന്ന് ഉരുണ്ടോണ്ടിരിക്കുമ്പോഴൊന്നും അല്ലെന്ന്. അത്രമേൽ ഞെരുക്കപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ പറയുകയാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നിന്റെ നെഞ്ചിനുള്ളിൽ നീ ഉറപ്പിക്കേണ്ട കാര്യം, ശക്തമായിട്ട് നീ ഉറപ്പിക്കേണ്ട കാര്യം, നിനക്കൊന്നിനും കുറവില്ലാതെ ദൈവം നടത്തും. എന്ന് പറഞ്ഞാൽ ഞെരുക്കം ഉണ്ടാവില്ലെന്നല്ല, നിനക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല എന്നല്ല, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ നിനക്ക് ചങ്കുറപ്പോടുകൂടെ പറയാൻ പറ്റുന്ന ഈ ഭൂമിയിൽ ഏക കാര്യം എന്നാണെന്നറിയോ? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈകളൊന്ന് താഴ്ത്തിക്കേ. കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു മിടുക്കൻ ഗായകൻ, അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷ അത്രമേൽ പവർഫുള്ളാണ്, അത്രമേൽ ശക്തമാണ്. ആ സഹോദരൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ ചില ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ നോമ്പ് കാലഘട്ടത്തിലൊക്കെ പൊതുവെ ഈ ഗായകർക്കൊക്കെ നല്ല തിരക്ക് പിടിച്ച സമയമല്ലേ.
ആ കാലഘട്ടത്തിലാണ് അവർ അത്യാവശ്യം അവരുടെ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്ത് അവരുടെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല തിരക്ക് പിടിച്ച ശുശ്രൂഷകരാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴുത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു തടിപ്പ് വന്ന് ഇടയ്ക്ക് അച്ഛൻ എന്നോട് പറയും, അച്ഛാ പ്രാർത്ഥിക്കണം കേട്ടോ, എന്താണെന്നറിഞ്ഞുകൂടെ ഒരു തടിപ്പുണ്ട്. പിന്നീട് ആശുപത്രി ചെല്ലുന്നു, പരിശോധനകൾ പലതും നടത്തുന്നു. ആദ്യത്തെ ചെറിയൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇയാൾക്ക് ഇനി ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് പോകാം. എന്നാൽ പിന്നീട് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. രോഗപീഠയിലൂടെ കടന്നു പോകുന്നു. ഇനി അതിന് ചില സീരിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഈ മനുഷ്യൻ ഒരു ഗായകനാണ്, ഒരു കുടുംബനാഥനാണ്, മക്കളുടെ അപ്പനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം മുന്നോട്ട് നയിക്കപ്പെടേണ്ട ഈ മനുഷ്യൻ അത്രമേൽ സഹനത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോലും പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ, വീട്ടിലിരുന്ന് ഞെരുക്കാം. അപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര എങ്ങനെ പോകുന്നു ജീവിതം? സഹോദരന് സങ്കടമില്ലേ? കാരണം ഈ സമയത്ത് ഇഷ്ടംപോലെ ശുശ്രൂഷകൾ, ഇഷ്ടംപോലെ ഗാന ശുശ്രൂഷ, അനേക ഗാനങ്ങളൊക്കെ രചിക്കുകയും സംഗീതം ചെയ്യുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷകനാണ്. അപ്പം താങ്കൾക്ക് സങ്കടമൊന്നുമില്ലേ? സങ്കടമൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നറിയോ, അച്ഛാ ദൈവം അല്പസമയം എന്നെ ഇരുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുക അച്ഛാ. ദൈവം അല്പസമയത്തേക്ക് എന്നെ ഇരുത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുവാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മവിശ്വാസത്തിൻ്റെ മേഖല മനസ്സിലായോ? അതായത് ചില ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ പറയാൻ പറ്റണം, ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകാനാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന്. ഈ പരാജയത്തിലൂടെ കടന്നു പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ നാണക്കേടിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ. ദൈവമേ, ഇത് അങ്ങയുടെ പദ്ധതിയാണ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ ജീവിതത്തിലെ ഏതൊരനുഭവത്തെയും സങ്കീർത്തകനായ ദാവീദ് പറയുന്നത് പോലെ, കർത്താവേ അങ്ങ് എൻ്റെ നല്ല ഇടയനാണ്, കർത്താവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനം 23:1 ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഇടയൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇനി കൈതാത്തിക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു വചനഭാഗം എന്നാണെന്നറിയാവോ? ജീവിതത്തിൽ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും, പലതും തെറ്റുമ്പോഴത്തേക്ക് അസ്വസ്ഥപ്പെടരുത്, ഭാരപ്പെടരുത്, ദൈവത്തിൽ അങ്ങ് വട്ടം പിടിച്ചോണം. നമുക്ക് പരിചിതമായ ഒരു വ്യക്തിയെ നമുക്കൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാം. അത് നമ്മുടെ പത്രോസാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 30-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 30, 14-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പത്രോസ്ലീഹ ഇതാ ജലത്തിന്റെ മുകളിലൂടെ നടന്നു വരുന്നതാണ് രംഗം. ഈശോയെ നോക്കിക്കൊണ്ട് ജലത്തിന്റെ മുകളിലൂടെ നടന്ന പത്രോസ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം എങ്ങോട്ട് നോക്കിയെന്നറിഞ്ഞ് ഒന്നും കൂടെ ആ വചനം ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടു. ആര് കണ്ടു? ആരാ കണ്ടേ? പത്രോസ് കണ്ടത് എന്നതാ കണ്ടത്? ഈശോയാണ് കണ്ടത്. കാറ്റ് ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. കാറ്റ് ആഞ്ഞടിക്കുന്നതാണ് കണ്ടത്. ഈ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന യേശുവിനെ അല്ല പത്രോസ് കണ്ടത്. പത്രോസ് കണ്ടത് കാറ്റിങ്ങനെ ആഞ്ഞടിക്കുന്നത് കണ്ടു. കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ തൊട്ടടുത്ത വചനം വായിച്ചേ. അവൻ ഭയന്നു. നിന്റെ മുമ്പിൽ ഇങ്ങനെ ചില കാറ്റിങ്ങനെ ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ നിന്റെ ഉള്ളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമേതാ? ഭയം. ഭയം ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളാണ്ടാവും. എന്നെ എന്തിനു കൊള്ളാം? ഞാൻ ഇത്രയും പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയി. എന്നെ എന്തിനു കൊള്ളാം? ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയി. ഇനിയിപ്പോൾ എന്നെ എന്തിനു കൊള്ളാം അല്ലേ? ഞാൻ പണ്ടേ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഗതി പിടിക്കുകയല്ല. നമ്മുടെ തലയ്ക്കകത്തേക്ക് ഭയം എന്ന് പറയുന്ന ഒരു വികാരം പിശാച് കൊണ്ട് നിക്ഷേപിക്കും. എപ്പോഴാ? കാറ്റാഞ്ഞടിക്കുന്നത് കാണുമ്പോൾ നീ കാറ്റിനെ നോക്കിയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം?
നീ നോക്കേണ്ടത് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ളവൻ നിന്റെ മുമ്പിലുണ്ടെന്ന്. നീ അവനെ നോക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. യേശുവിനെ നോക്കണമെന്ന്. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നീ കാറ്റിനെ അല്ല നോക്കേണ്ടത്, യേശുവിനെ നോക്കണം. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. നീ കാറ്റിൽ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ജീവിക്കാൻ പറ്റും? പുറപ്പാട് പുസ്തകം ഒന്ന് തുറന്നേ, 14-ാം അധ്യായം 14-ാം തിരുവചനം. ഇസ്രായേൽ ജനം കടൽ തീരത്ത് നിൽക്കുക. ഏത് കടൽ തീരം? ചെങ്കടൽ എന്ന് പറയുന്ന കടൽ തീരം. കടൽ തീരത്ത് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിച്ച് വരുമ്പോൾ ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു? ഇസ്രായേൽക്കാർ കടലിലെ തിരമാലകളെ കണ്ടപ്പോൾ ചിന്തിച്ചു, എന്നാ പിന്നെ പോയേക്കാം. പുറകോട്ട് നോക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേല. കാരണം പുറകെ നിതാ ഫറവോയുടെ പട്ടാളം വരുന്നു. മുമ്പോട്ട് നോക്കുമ്പോൾ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്നു. മോശ എന്ത് ചെയ്തു? 14-ാം അധ്യായം 14-ാം വചനം വായിച്ചേ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതിയെന്ന്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്, നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കരുത്. ഇത് ഞാൻ എങ്ങനെ കടക്കും, ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ തലയ്ക്കകത്തതാണല്ലോ ചിന്ത. എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റും? എൻ്റെ കഴിവ്, എൻ്റെ കുടുംബം, എൻ്റെ പാരമ്പര്യം, എനിക്കെന്തുണ്ട്, എൻ്റെ വിദ്യാഭ്യാസം. നോ. വചനം പഠിപ്പിക്കുന്നു, നമ്മൾ നമ്മിൽ തന്നെ ആശ്രയിക്കുന്തോറും അബദ്ധത്തിൽ ചെന്ന് വീഴും, പരാജയത്തിൽ ചെന്ന് വീഴും, സങ്കടപ്പെടും, ഭാരപ്പെടും. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നീ നിന്നിൽ തന്നെ ആശ്രയിച്ചാൽ നീ ഭാരപ്പെടും. പറഞ്ഞു കൊടുത്തേ, ഇത് പഠിച്ചോണം. നീ നിന്നിൽ തന്നെ ആശ്രയിച്ചാൽ നീ ഭാരപ്പെടും, പരാജയപ്പെടും, സങ്കടപ്പെടും. ഹല്ലേലൂയാ. 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 ഹല്ലേലൂയ. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ശനിയാഴ്ച ദിവസം ഒരു ഇടവക പള്ളിയിൽ തിരുനാളിന് പ്രസംഗിക്കാൻ പോയി. തിരുനാളിൻ്റെ പ്രസംഗം കഴിഞ്ഞ് സങ്കീർത്തിയിൽ വന്നപ്പോൾ അവിടുത്തെ വികാരിയച്ഛനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ നല്ല പ്രസംഗം, പെട്ടെന്ന് അച്ഛൻ നിർത്തിക്കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ല, ഞാൻ കുറച്ചു നേരം പ്രസംഗിച്ചു. അല്ല അച്ഛാ, അച്ഛൻ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ, അച്ഛൻ കുറേ കൂടെ പ്രസംഗിക്കേണ്ടതാ. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്നാണെന്നറിയോ? എൻ്റെ പ്രസംഗം എൻ്റെ പ്രസംഗം കൊള്ളാമല്ലോ, എൻ്റെ പ്രസംഗം കൊള്ളാം. എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ആത്മവിശ്വാസം, ഇത് കൊള്ളാം, ഞാൻ എൻ്റെ പ്രസംഗം. അച്ഛന്മാർ പറഞ്ഞു, അച്ഛാ ഇതൊക്കെയാണ് ഇവിടെ പ്രസംഗിക്കേണ്ടത്, അച്ഛൻ ഇത്രയും പറഞ്ഞാൽ പോരാ, അച്ഛൻ കുറച്ചും കൂടെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് എരിപിരി കയറ്റി. ഞാൻ പറഞ്ഞു, അടുത്ത തവണയാവട്ടെ, നമുക്ക് ശരിയാക്കാം. അപ്പം അന്ന് അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പോരുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്നറിയോ? എൻ്റെ പ്രസംഗം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പ്രസംഗം അച്ഛന് ഇഷ്ടപ്പെട്ടു. അതൊരു ശനിയാഴ്ചയാണേ. പിറ്റേ ദിവസം ഞായറാഴ്ച മറ്റൊരു പള്ളിയിൽ രാവിലെ തിരുനാളിന് പ്രസംഗം. ഒരു പുത്തൻ പള്ളിയാണ്, നല്ല ജനം. അപ്പം നമ്മൾ ചെന്നിരിക്കുന്ന എന്ത് ഇമ്പാക്റ്റിലാണ്? തലേ ദിവസം അവിടുത്തെ വികാരി അച്ഛനൊക്കെ പറഞ്ഞിരിക്കുകയാണ്, അച്ഛൻ്റെ പ്രസംഗം എന്നാ പ്രസംഗ, അച്ഛൻ കുറേ സമയം പ്രസംഗിക്കണം. അപ്പം ഞാൻ അന്ന് രണ്ടാമത്തെ, അതായത് ഞായറാഴ്ച ദിവസം തിരുനാൾ കുർബാനയ്ക്ക് അവിടെ നിൽക്കുന്നു. എല്ലാവരും പരിചയമുള്ളവർ, അച്ഛന്മാരൊക്കെ പ്രിയപ്പെട്ടവർ. സാധാരണഗതിയിൽ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്ര സമയം പ്രസംഗിക്കണമെന്നൊക്കെ ചോദിക്കും, തിരുനാൾ പ്രസംഗത്തിനാണെങ്കിലും. ഇതൊന്നും ചോദിക്കുന്നില്ല. കാരണം എന്നാ? എൻ്റെ ഉള്ളിൽ ചിന്ത, ഇന്നലെ അച്ഛന്മാർ പറഞ്ഞില്ല കുറേ സമയം പ്രസംഗിക്കണം. എൻ്റെ പ്രസംഗം, എൻ്റെ കഴിവ്, ഞാൻ കുർബാനയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാം. മുമ്പോട്ട് നോക്കിയപ്പോൾ പരിചിതമായ അനേക മുഖങ്ങൾ. ഞാൻ നല്ല ആവേശത്തിൽ പ്രസംഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ദയനീയമായ കാഴ്ച, കൊച്ചച്ഛൻ ഒരു കുറിപ്പുമായിട്ട് എൻ്റെ അടുക്ക വന്ന് വെച്ചിട്ട് പറഞ്ഞു, എഴുതി വെച്ചിരിക്കുന്നു, സമയം തീർന്നു. സാധാരണഗതിയിൽ ഈ കുറിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുക്ക വെച്ചിട്ട് അച്ഛൻ പോകത്തില്ലേ, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾ പോകത്തില്ലേ? ഇത് പോകുന്നുമില്ല. എൻ്റെ അടുക്ക ഈ കൊച്ചച്ഛൻ നിൽക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ ഒന്ന് നിർത്തിപ്പോകാവോ, ഞങ്ങൾക്ക് ഇനി ഇവിടെ വേറെ പ്രോഗ്രാം ഉണ്ടെന്നുള്ളതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ തലയ്ക്കകത്തേതാ തലേ ദിവസത്തെ ഇമ്പാക്റ്റ് കിടക്കുമല്ലേ, എൻ്റെ പ്രസംഗം. അപ്പം ഈ അച്ഛൻ നിൽക്കുന്നത് കണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ല എന്ന് മനസ്സിലായി. കുറേ സമയം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ തലേ ദിവസത്തെ ഞാൻ ആൾത്താരയിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സമയം കഴിഞ്ഞു ഒന്ന് പോയി തരാവോ എന്നുള്ള ഒരു അവസ്ഥയിൽ ഇറങ്ങിപ്പോരുന്നത്. സങ്കീർത്തിയിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഷേടാ, ഇത് ശരിയായില്ലല്ലോ,
ഇന്നലെ ശരിയായിരുന്നല്ലോ, ഇന്നങ്ങോട്ട് ശരിയായില്ലല്ലോ, ഷേ ഇത്ര സമയം പ്രസംഗിച്ചത് മോശമായിപ്പോയി, അല്ലെങ്കിൽ തന്നെ നാണം കെട്ട് പോകേണ്ടി വന്നല്ലോ, ഞാനിങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്നു, എങ്ങനെയുണ്ടിപ്പോ, എങ്ങനെയുണ്ടപ്പോൾ, നീ നിന്നെ തന്നെ ആശ്രയിച്ചപ്പോൾ ഇപ്പൊ എന്തായി? ഞാൻ എന്ത് ഞാൻ? ഒന്നുമില്ലെന്ന്. ദൈവം തന്നില്ലെങ്കിൽ ഒന്നുമില്ലെന്ന്. നിന്നെ നിലനിർത്തുന്നതും നിന്റെ ജീവിതത്തിൽ ഓരോ വഴികളിലൂടെ നടത്തുന്നതും തമ്പുരാൻ കർത്താവാണെന്ന് എപ്പോൾ മറന്നോ അപ്പോൾ ഓർത്തോണം, തട്ട് കിട്ടും, നാണം കെടും. ഞാൻ പഠിച്ച പാടാണ്, ഈ അടുത്ത ദിവസം പഠിച്ച പാഠം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യും. നമ്മിൽ ആശ്രയിക്കും തോറും നമ്മൾ വീഴും. നമ്മളൊന്നുമില്ല, ദൈവം തരാതെ നമുക്കൊന്നുമില്ല. ഹല്ലേലൂയാ. പത്രോസ് എങ്ങോട്ട് നോക്കി? കാറ്റടിക്കുന്ന തിരമാലയെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പത്രോസ് ദേ വെള്ളത്തിലോട്ട് താന്നുപോയി. നീ നോക്കേണ്ടത് കാറ്റിനെയല്ല, മുമ്പിലുള്ള കടലിനെയല്ല, മറിച്ച് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന സർവശക്തന്റെ മോളിൽ സർവശക്തനിലേക്ക് നോക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ്, ഗോഡ് ഈസ് ഗുഡ് all the time. God is good. ഒന്നുകൂടെ പറഞ്ഞേ, God is good. God is good. All the time. God is good. ഹല്ലേലൂയ. എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്നു, നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. God is good all the time. God is good. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിനാരും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ.